ഹായ്, അക്ഷിത ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് ഓഫ് കിട്ടിയപ്പം ഒരു ഔട്ടിങ്ങാണ് കേട്ടോ. അത് പ്ലാൻ ചെയ്ത ഔട്ടിങ്ങൊന്നുമില്ല. ഞങ്ങൾ ഹോസ്റ്റലിൽ ഇങ്ങനെ ഇരുന്നപ്പം 3-4 പേർക്ക് ഓഫാണ്. അപ്പോൾ ഒരുമിച്ച് എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ വന്നത് ഓപ്പൺ ബീച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടേക്ക് കുറച്ചും കൂടി ട്രാവൽ ഉള്ളതുകൊണ്ടും പിന്നെ എനിക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്ന ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പിന്നെ പാടല്ലേ. അത് കാരണം നമ്മളൊരു ബർത്ത്ഡേയുടെ വ്ളോഗ് ഇട്ടപ്പോൾ നമ്മൾ ബീച്ചിൽ പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതേ ബീച്ച് സൈഡ് തന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അക്വേറിയം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് ജസ്റ്റ് കാണാൻ പോവാം എന്ന് വിചാരിച്ചു. അവിടെ തന്നെ പെൻഗിൻ ഷോയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ ജസ്റ്റ് പോയിട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കയറാം എന്നുള്ളൊരിതിലാണ് പോണത്. അന്ന് ആ രാത്രി നമ്മളെടുത്ത വീഡിയോയിൽ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ വെളിച്ചത്ത് കാണുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പോണ വഴിക്ക് നിറച്ചിങ്ങനെ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമുക്ക് സൈക്ലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. സൈക്കിൾ നമുക്ക് അവിടെ നിന്ന് തന്നെ റെൻറ്റിന് കിട്ടും. അവറിന് എത്രയോ 30 റിയാലോ അങ്ങനെ എന്താ ആണ്. നല്ല വലിയ എന്താ പറയുക, പാർക്കുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് നടക്കാനും ഇതിനൊക്കെ പറ്റിയത്. വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് മുഴുവൻ. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ഈ അക്വേറിയം ഉള്ളത്. അപ്പം പണ്ട് തൊട്ടേ വിചാരിക്കണതാണ് പോകണമെന്ന്, പിന്നെ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിനുള്ളൊരു സമയവും സാവകാശവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നത്. പിന്നെ ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഇന്ന് പോകാനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ അക്കോമഡേഷനിൽ നിന്നൊരു 20-25 മിനിറ്റോളം ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഡ്രൈവ്. അപ്പം വെള്ളിയാഴ്ച ആണെങ്കിലും വലിയ കാര്യമായിട്ട് ട്രാഫിക്കൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ പെട്ടെന്ന് എത്തി. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിറച്ച് ഫിഷിൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലെ കൗണ്ടറും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകുമ്പോഴാണ് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് വണ്ടി ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴാണ് വരിക എന്നുള്ളതൊക്കെ ചോദിച്ച് വെച്ചിട്ട് അങ്ങോട്ട് നടക്കുക കേട്ടോ. അങ്ങോട്ട് നടന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ജസ്റ്റ് പുറകിലൊക്കെ ബിൽഡിങ്ങും കൂടെ നിങ്ങളൊന്ന് കാണിക്കണമെന്ന്. എനിക്ക് ഈ ബിൽഡിങ് എന്തോ എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ അവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു. അതായത് സ്ലീവ്ലെസ് ഉള്ള ഡ്രസ്സ്, അതുപോലെ 3/4 വീട്ടിലിടുന്ന ഡ്രസ്സ്, അതുപോലെ ഫുഡൊന്നും കൊണ്ട് അകത്തേക്ക് കയറരുത്, അങ്ങനെയൊക്കെയാണ് അക്വേറിയത്തിലെ കുറച്ച് റൂൾസ്. പിന്നെ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റിൻ്റെ റേറ്റ് അറിഞ്ഞിട്ടേ ടിക്കറ്റ് എടുക്കാവുള്ളെന്ന്. അഡൾട്ടിൻ്റെ ഒരു ടിക്കറ്റ് നമുക്ക് 69 റിയാലാണ് വരുന്നത്. ചിൽഡ്രൻസിന് കുറച്ചും കൂടെ കൺസെഷനുണ്ട്. ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും കൺസെഷനുണ്ട്. അതാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അതുപോലെ പെൻഗിൻ ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പെൻഗിൻ ഷോയിന് റേറ്റ് വരുന്നത് 80 റിയാലോളാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ആ ടിക്കറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും നടന്നു. അപ്പോൾ നമ്മളിങ്ങനെ പെൻഗിൻ ഷോയ്ക്ക് കയറണോ എന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അക്വേറിയം കണ്ടു കഴിഞ്ഞിട്ട് നല്ലതാണോ നോക്കാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഏത് വഴിക്കാണ് കയറേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയപ്പം അവിടെ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു, ഈ വഴിക്കാണ് മക്കളെ വരേണ്ടതെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ആ ടിക്കറ്റ് നമ്മൾ കാണിച്ച് കഴിയുമ്പോൾ ടിക്കറ്റ് അവർ വാങ്ങി അവിടെ ഇടും. അങ്ങനെ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാട്ടോ. അപ്പം വീഡിയോ എടുക്കാൻ തുടക്കം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും എനിക്കൊരു മൈൻഡ് ബ്ലോ സംഭവിച്ചു. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോട്ടോ ഇതാക്കി തരും. നമ്മൾ അതിനൊന്നും നിന്നില്ല. അങ്ങനെ ബാക്കിയുള്ള അവിടുത്തെ ഇങ്ങനെ നടന്ന് ഉള്ള ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ TV മറ്റേ LED വലിയ സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ചുറ്റും നോക്കി നടന്നു. ഈ കാർട്ടൂണിൻ്റെ പോലെ ജസ്റ്റ് പ്ലേ ചെയ്യുന്നതാണ്. അതുപോലെ അക്വേറിയത്തിൻ്റെ മീനുകളുടെ ഒരു ഇതും അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ അക്വേറിയം കാണാനായിട്ട് അങ്ങോട്ടേക്ക്
നടന്നു. അവിടെ എല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണെങ്കിലും നിറച്ചും ഈ കടലിലുള്ള കൂണ്, പുറ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ, ചെടികൾ, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടു. പിന്നെ ആദ്യത്തേനകത്ത് നിറച്ചും കുഞ്ഞു 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 ഫിഷസ് ആയിരുന്നു. അതൊരു സൈഡിൽ മാത്രം നിറച്ചും ഇങ്ങനെയുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല നമ്മുടെ നാട്ടിലൊക്കെ അക്വേറിയത്തിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞി മീനുകളാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളാണ് അവിടെ ഉള്ളത്. കാണിക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ആ ഭാഗം. പച്ചപ്പും ഹരിതാപവും ഉണ്ട്. ഈ അക്വേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കയറി അങ്ങ് പിടിക്കാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല. നല്ല കട്ടിയുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ തന്നെയാണ്. അപ്പോൾ ആ മീനുകൾ പോണതൊക്കെ നോക്കി ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ കോൾ ചെയ്തു. ഹസ്ബൻഡിന് മോളിക്ക് ഒന്ന് ജസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കാൻ നോക്കി. അങ്ങനെയൊക്കെ നടന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനാണ്, പക്ഷെ പലതരം മീനുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അക്വേറിയത്തിൻ്റെ അവിടത്തേക്ക് പോയി. അതിനകത്ത് ചില്ലെന്ന് പറഞ്ഞത് ഭയങ്കര കട്ടിയുള്ള ചില്ലാണ്, ഒന്നും കൂടിയും കട്ടി കൂടിയ ചില്ലാണ്. അവിടെ അതിൻ്റെ അതെന്ത് മീനാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വലിപ്പം കൂടിയൊരു തരം മീനാണ്. ആ ചില്ല് ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ തൊടാൻ നോക്കിയിട്ട് നമുക്ക് തൊടാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും ഉള്ളിലോട്ടാണത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ട് നോക്കുകയാണ്. അടുത്തുനിന്ന് ജസ്റ്റ് തൊടാൻ നോക്കിയിട്ടൊന്നും തൊടാൻ പറ്റുന്നില്ല. കൈ നല്ലപോലെ വെച്ചപ്പോഴാണ് ഉള്ളിലോട്ട് ആയത്. പിന്നെ അപ്പുറത്തെ സൈഡിലുള്ള ചില്ലുകൂട്ടിലുണ്ടായിരുന്നത് ഒരു ഞണ്ടെത്താനായിരുന്നു, അല്ല, അതൊരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രം കേട്ടോ. അവിടെ ഫിഷൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നത്തെ അക്വേറിയത്തിലുണ്ടായിരുന്നത് ഒരു ഞണ്ടെത്താനായിരുന്നു എന്നാണ് എൻ്റെ ഒരു, അല്ല, കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. ഇത് പട്ടി ഷോയാണ് അതിൻ്റെ ഇടയിൽ കൂടെ. കുഞ്ഞു കുഞ്ഞു മീനെയൊക്കെ കണ്ടപ്പം ചെറുതായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തോന്നി. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ വീഡിയോസ് ഇടയിൽ കൂടെ ഇങ്ങനെ വരും. അതും തോന്നരുത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ഇവർക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ശരിക്കും നാച്ചുറലായിട്ടുള്ളൊരു കുളം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ തന്നെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് എൻ്റെ തന്നെ മുഖം നിങ്ങൾ കുറച്ചധികം കാണേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ആൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. ആ ആളെ കാണാൻ പോയി. ആളെ കാണാൻ പോയ നേരത്ത് നമുക്ക് അധികം അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഞണ്ടെത്താൻ ഒരു വലിയ ഞണ്ടാണ്, ചെറുതൊന്നുമല്ല, ഒത്തിരി വലിയൊരു ഞണ്ടാണ്. അപ്പോൾ ആ ഒരാളെ ഉള്ളതെന്ന് വിചാരിച്ച് നമ്മൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതിരുന്ന് അപ്പുറത്തെ സൈഡിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇയാളുടെ വലിയ രൂപം അവിടെ ഉണ്ടെന്ന്. അത് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി, അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ പൂള് കണ്ടപ്പോൾ അത് എൻ്റെ വീഡിയോ എടുക്കാൻ പോയി. ഇത് കുറച്ച് നല്ല കളർഫുൾ ഫിഷസാണ്, മഞ്ഞ കളറും നീല കളറും ഒക്കെ. ഇത് നമ്മൾ ആ സൈഡിൽ കണ്ട വലിയ അക്വേറിയത്തിൻ്റെ ബാക്കി എക്സ്റ്റൻഷനാണ് കേട്ടോ. അതൊരു സൈഡ് വ്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ഇത് ആ മീനിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസാണ്. ഈ മീനുകളെ ഇങ്ങനെ കണ്ടപ്പോഴത്തേനും കുറച്ചും കൂടി നമ്മൾ ഈ വാൾപേപ്പറിലൊക്കെ കാണുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴാണ് അവിടെ കണ്ട ഞണ്ട് ഇങ്ങനെ പൊന്തി വരുന്ന പോലെ തോന്നിയായിരുന്നു. അതെടുക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അതെനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ വേറെ കുറേ മീനുകളെ കണ്ടു. മൊത്തം മീനുകളാണ്. മീനുകളുടെ തന്നെ പല പല വെറൈറ്റി കളക്ഷൻസാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇവരൊന്നും പരസ്പരം പല വലിപ്പത്തിലുള്ള മീനുകളെ കാണാമെങ്കിലും ഇവർ പരസ്പരം തിന്നുന്നതായോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല സുഹൃത്തുക്കളായിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്.
എന്താ സംഭവം എന്നറിയില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഒരു വയസ്സായ പോലത്തെ ഒരു മീനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ കാണുന്ന നീല കളറുള്ള ആ ഒരു മീനാണ്. ഞങ്ങൾ വിചാരിച്ചു പുള്ളിക്ക് പ്രായമായതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും പാവം മീൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഉണ്ടടാ, അവനാണ് ഏറ്റവും സ്പീഡിൽ അതിനകത്ത് കിടന്ന് ഓടി നടക്കുന്നത്. ആദ്യമൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ വയ്യാത്ത പോലെ ഇരിക്കുന്നതെന്നാണ് ഓർത്തത്. ഒട്ടും വയ്യാത്ത പോലെ ഇരിക്കുന്നത്. ഇത്രയും മീൻ അതിൻ്റെ വായിൽ പോലും വന്നിരുന്നിട്ട് അതൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ പോകുന്ന എല്ലാ മീനേക്കാളും വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അതാരും ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ ആ കിടപ്പ് അങ്ങനെ കിടക്കുകയാണ്. ആ കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഒരു മൂവ്മെൻറ്റും ആ മീനിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചത് വല്ല അസുഖം വന്ന് കിടക്കണ മീനായിരിക്കും, പാവം അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷേ പിന്നെ അവൻ അവിടെ കിടന്ന് ഓടാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം. ഓടാൻ തുടങ്ങിയ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവൻ ഓടിയായിരുന്നു. അതേ പോകുന്നു, അത് അവനാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കുറേ മീനുകളുടെ ഒരു ഭാഗത്തേക്ക് ചെന്നു. ഇത് കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കട്ട് ചെയ്ത് ലോങ് വീഡിയോ ആക്കുന്നത്. അപ്പം ഏതൊക്കെ വീഡിയോ എപ്പോഴൊക്കെ എടുത്ത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ആ മീനാണ് കേട്ടോ, വയ്യാതെ കിടന്ന മീനാണ് കേട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഓടുന്നത്. അത് കണ്ടു, അവനാണ് ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് ഓടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അടുത്ത മീനുകളെ തപ്പിയാണ് പോയത്. ഇത് ആ പൂളിലുള്ള മീനിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേനും ഒരു ആർച്ച് പോലത്തൊരു സംഭവമാണ് പിന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് ആ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ച മീൻ കേട്ടോ. എന്ത് മീനാണെന്ന് അറിയില്ല, പക്ഷെ നല്ല കളർഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളാണ് നിറച്ചും ഉണ്ടായിരുന്നത്. മീനുകളെയൊക്കെ കുറിച്ച് എന്ത് പറയാനാണ്, നമുക്കിത് കാണിക്കാനാണ് ഉണ്ട്. പോകാനായിട്ട് നമുക്ക് 2 ഓപ്ഷനുണ്ട്. നമുക്കത് ഇതാക്കാം, എലിവേറ്റർ കയറി പോവാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം എന്ന ഓപ്ഷനാണ് എടുത്തത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പം അവിടെ വേറൊരു ഇതാണ്, ഒരു പാർക്ക് പോലെ കളിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് വെള്ളത്തിനടിയിൽ നമുക്ക് സിനിമ കാണാം, ഫുഡ് അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അക്വേറിയത്തിൻ്റെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ നക്ഷത്ര മത്സ്യങ്ങളാണ് കാണാൻ പറ്റുന്നത്.
ഇത് മൊത്തം ഇരുന്ന് കാണാൻ ആരെങ്കിലും ക്ഷമ കാണിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാനിത് എഡിറ്റ് ചെയ്ത് വന്നപ്പം ആകെ വീഡിയോസ് മിക്സായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സംസാരം നിർത്തിയിട്ട് കുറച്ച് മ്യൂസിക്കൊക്കെ അതിനകത്തേക്ക് ഇട്ടത്. പിന്നെ രാത്രി ആയതുകൊണ്ട് ആരും ശല്യം ചെയ്യാനുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഓഡിയോ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരുന്നത്. പക്ഷേ ഇടയിൽ 2 പ്രാവശ്യം മിക്സിയുടെ ജാർ അരയ്ക്കുന്ന ശബ്ദം വന്നപ്പോഴത്തേന് എൻ്റെ ക്ഷമ പോയി കേട്ടോ. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നിട്ട് നമ്മളിത് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അത്ര വലിയ ക്ഷമയൊന്നും കിട്ടില്ല. പിന്നെ എന്തോ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടാണേലും കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ള നഴ്സുമാരുടെ വീഡിയോ കാണുന്ന പോലുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല. ഇപ്പോഴാണ് പിന്നെ എനിക്ക് ഓഫ് കിട്ടുന്നത്. ആദ്യമൊന്നും എനിക്കധികം ഓഫൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ചോദിക്കും ഓവർ ടൈം കിട്ടുന്നില്ലേന്ന്. അന്ന് ഓവർ ടൈം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഓഫുണ്ട്, അപ്പോൾ ഓവർ ടൈം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ഡെയിലി റുട്ടീനൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ളൊരു സീനാണ്. ഇത് അപ്പുറത്ത് തന്നെയുള്ളൊരു അൽസലാല തീം പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ മുകളിലേക്ക് പൊങ്ങും താങ്ങും ചെയ്യുന്നത് 2 ആളുകൾ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും. അപ്പോൾ അവർ ഇടുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് എടുത്താൽ കേട്ടോ. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ ഉണ്ടെങ്കിൽ അറിയാം, നമ്മൾ അവിടെ പോയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇടാറില്ല. എല്ലാം ഷോർട്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് പിന്നെയും വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഇച്ചിരി പാടുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അത്രയ്ക്ക് നന്നായി ചെയ്യാനും അറിയുന്നില്ല. അതിൻ്റെ അപാകതകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം തുടക്കത്തിലെ വീഡിയോ ഒടുക്കത്തിലെ വീഡിയോ എല്ലാം കൂടെ മിക്സായി. അപ്പം പിന്നെ വീണ്ടും ഇത്രയും ഒരു 30 മിനിറ്റോളം ഉണ്ട് ഇത്. അപ്പം അത് മുഴുവൻ ഇരുന്ന് വീണ്ടും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള പരിപാടി ആയതുകൊണ്ടും എനിക്കറിയില്ല ഇത് എൻ്റെ വരെ ആരെങ്കിലും വാച്ച് ചെയ്യുമെന്ന്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.